ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജ്ഞാനപാന യജ്ഞത്തിലേക്ക്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. യെസ്, എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചോളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ ജീവന്റെ ഗതിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് ജീവന്റെ ഗതിയെക്കുറിച്ചും ഈ ഭൂമണ്ഡലത്തിന്റെ സ്ഥാനത്തിനെ കുറിച്ചും ഭാരതഭൂമിയുടെ പ്രാധാന്യത്തിനെ കുറിച്ചുമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ജീവനും ഒരു ശരീരത്തിലും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. ഒരു ജീവനും ഒരു ലോകത്തിലും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു, എന്ന് നമ്മൾ മനസ്സിലാക്കി. ഓരോ ജീവനും അതിൻ്റെ കർമ്മങ്ങളനുസരിച്ച് ശരീരങ്ങൾ മാറി മാറി എടുക്കുന്നു. ഓരോ ജീവനും അതിൻ്റെ കർമ്മങ്ങളനുസരിച്ച് ലോകങ്ങൾ മാറി മാറി ചുറ്റി സഞ്ചരിക്കുന്നു, അല്ലെ? ഭൂമിയിൽ നിന്ന് ഉയർന്ന ലോകങ്ങളിലേക്ക് പോകുന്നു, സ്വർഗീയമായിട്ടുള്ള ലോകങ്ങളിലേക്ക് പോകുന്നു. അവിടുന്ന് താഴോട്ട് അവരുടെ സുഹൃതം ക്ഷയിക്കുന്ന സമയത്ത് താഴോട്ട് തിരിച്ചു വരുന്നു. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ലോകങ്ങളിലൂടെ ജീവൻ ചുറ്റി സഞ്ചരിക്കുകയാണ് എന്ന് നമ്മൾ വായിച്ചു. അത് ജീവന്റെ കർമ്മഗതിയായിട്ട് നമ്മൾ വായിച്ചു. പിന്നീട് പൂന്താനം ഈ ഒരു ഭാരതഭൂമിയുടെ പ്രാധാന്യം പറയുന്നതിന് വേണ്ടി ഭാരതഭൂമി എവിടെയാണ് നിൽക്കുന്നത്, അതിന്റെ സ്ഥാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭൂമണ്ഡലത്തിലാണ് ഈ ഭാരതവർഷം നിലനിൽക്കുന്നത്. 14 മണ്ഡലങ്ങളുണ്ട്. ആ 14 മണ്ഡലങ്ങളിൽ ഭൂമണ്ഡലത്തിലാണ് നമ്മുടെ ഭാരതവർഷം സ്ഥിതി ചെയ്യുന്നത്. ആ ഭൂമണ്ഡലത്തിനെ ആകെ 7 ദ്വീപുകളായിട്ട് 7 സമുദ്രങ്ങളായിട്ടും തിരിച്ചതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. അതിൽ ഏറ്റവും നടുക്കുള്ള ദ്വീപ്, ആ ദ്വീപിന്റെ പേരാണ് ജംബൂദ്വീപ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ആ ജംബൂദ്വീപിന്റെ ചുറ്റുമാണ് ലവണസമുദ്രം അല്ലെങ്കിൽ ക്ഷാരസമുദ്രമുള്ളത്. ഈ ജംബൂദ്വീപിന്റെ നടുക്ക് വലിയൊരു പർവ്വതമുണ്ട് എന്നുള്ള കാര്യം പൂന്താനം നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഭൂപത്മത്തിനു കർണികയായിട്ടു ഭൂധരേന്ദ്രൻ അതിലല്ലോ നിൽക്കുന്നു. ജംബൂദ്വീപിന്റെ നടുക്ക് വലിയൊരു പർവ്വതമുണ്ട്. ഈ മുഴുവൻ ഭൂമണ്ഡലത്തിനെയും ഒരു പത്മമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ, ഒരു താമര പോലെ കണക്കാക്കുകയാണെങ്കിൽ, അതിന്റെ നടുക്ക് ഭൂപത്മത്തിനു കർണികയായിട്ടു, കർണിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നടുക്കുള്ള ഭാഗമാണ്. താമരയുടെ നടുക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോണാകൃതിയിൽ ഒരു ഭാഗം ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനെയാണ് കർണിക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ജംബൂദ്വീപിന്റെ നടുക്കും ഒരു വലിയ കോണാകൃതിയിലുള്ള പർവ്വതം ഉയർന്നു നിൽക്കുന്നുണ്ട്. അതിന്റെ പേര് ഇവിടെ പൂന്താനം പറയുന്നത് ഭൂധരേന്ദ്രൻ അതിലല്ലോ നിൽക്കുന്നു എന്ന് പറയും. മേരുപർവ്വതം എന്ന് ഭാഗവതത്തിൽ പറയുന്ന ആ പർവ്വതത്തിനെ കുറിച്ചാണ്, വലിയ മേരുപർവ്വതത്തിനെ കുറിച്ചാണ് പൂന്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഏറ്റവും നടുക്കുള്ള ജംബൂദ്വീപിനെ 9 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ 9 ഖണ്ഡങ്ങളുണ്ടല്ലോ, അതിലുത്തമം ഭാരതഭൂതലം. ഇതിൽ 9 ഖണ്ഡങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ജംബൂദ്വീപില് 9 ഭാഗങ്ങളായിട്ട് ജംബൂദ്വീപിനെ തരംതിരിച്ചിട്ടുണ്ട്. അതിലൊരു ഭാഗമാണ് ഭാരതഖണ്ഡം അല്ലെങ്കിൽ ഭാരതവർഷം എന്നറിയപ്പെടുന്ന ഈ പ്രദേശം എന്നാണ് പറയുന്നത്. ഇതിൽ 9 ഖണ്ഡങ്ങളുണ്ടല്ലോ,
അതിലുത്തമം ഭാരതഭൂതലം, അതിലേറ്റവും ഉത്തമമായിട്ടുള്ള ഏറ്റവും നല്ല പ്രദേശം ഏതാണ്? ഭാരതഭൂമിയാണ് എന്നാണ് പറയുന്നത്. സമ്മതരായ മൗനി ശ്രേഷ്ഠന്മാർ കർമ്മക്ഷേത്രം എന്നല്ലോ പറയുന്നു. ഈ ഭൂമിയും മറ്റ് ലോകങ്ങളും തമ്മിലുള്ള വ്യത്യാസവും പൂന്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഭൂമി കർമ്മഭൂമിയാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കർമ്മങ്ങളൊക്കെ നമ്മൾക്ക് ലഭിക്കുന്നതും നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഇല്ലാതാക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള പ്രദേശമാണ് ഈ ഭാരതവർഷം എന്ന് പറയുന്ന ഈ ഭൂമി. ഭാരതവർഷം എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ തന്നെ പേരാണ്. അതൊരു രാജ്യത്തിന്റെ പേരല്ല. പണ്ട് ഭൂമിയുടെ മുഴുവൻ പേരാണ് ഭാരതം എന്നുള്ളത്. ഭാരതം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഭൂമിയുടെ മുഴുവൻ പേരാണ്. ഈ ഭൂമി, ഭാരതഭൂമി ഏറ്റവും ഉന്നതമാണ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? കർമ്മബീജമതിന്നു മുളക്കേണ്ടു ബ്രഹ്മലോകത്തിരിക്കുന്നവർക്കും കർമ്മബീജം വരട്ടിക്കളഞ്ഞുടൻ ജന്മനാശം വരുത്തേണമെങ്കിലും ഭാരതമായ ഗണ്ഡമൊഴിഞ്ഞുള്ള പാരിലെങ്ങുമെളുതല്ല നിർണയം. ഭാരതത്തിൽ വരാതെ, അതായത് ഈ ഭൂമിയിൽ വരാതെ ബ്രഹ്മലോകത്തിലിരിക്കുന്നവർക്ക് പോലും കർമ്മം പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. ഭക്തി സ്വീകരിച്ച് കർമ്മത്തിനെ ഇല്ലാതാക്കാൻ സാധിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം ഈ ഭാരതഭൂമിയാണ് എന്ന് പൂന്താനം പറഞ്ഞിരിക്കുന്നു. അത്ര മുഖ്യമായുള്ളൊരു ഭാരതം ഇപ്രദേശം എന്നെല്ലാവരും ഓർക്കണം. അത്രയും പ്രാധാന്യമുണ്ട് നമ്മളിപ്പോൾ ജനിച്ചിരിക്കുന്ന ഈ ഭൂമിക്ക് എന്ന് പറയും. ഭാരതഭൂമി, നമ്മൾ ജനിച്ചിട്ടുള്ള ഈ ഭൂമിയുടെ പേര് ഭാരതഭൂമി എന്നാണ്. അപ്പം ഇത്രയും കർമ്മഗതിയെക്കുറിച്ചും അതേപോലെ ഈ ഭാരതഭൂമിയുടെ പ്രാധാന്യത്തിനെ കുറിച്ചും പൂന്താനം പറഞ്ഞതിന് ശേഷം കലിയുഗ മഹാത്മ്യമാണ് ഇനി പറയുന്നത്. കലിയുഗത്തിന്റെ മഹിമ, അതേപോലെ നാമസങ്കീർത്തനത്തിന്റെ പ്രാധാന്യം, യുഗധർമ്മമായിട്ടുള്ള കലിയുഗ യജ്ഞമായിട്ടുള്ള നാമസങ്കീർത്തനത്തിനെ കുറിച്ചും പൂന്താനം പറയുന്നുണ്ട് അടുത്ത ഭാഗത്ത്. അത് നമ്മൾക്ക് ഇപ്പോൾ വായിക്കാം. യുഗം 4 നല്ലു കലിയുഗം എന്ന് തുടങ്ങി യെസ് ആദ്യത്തെ ഭാഗം വായിച്ചു. യെസ്, അഞ്ജലി ആൻഡ് ആരതി മാതാജി വായിച്ചു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. യുഗം 4 നല്ലു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമിന്നേ മറ്റേതുമില്ല യജ്ഞാനം അതു ചിന്തിച്ചു മറ്റുള്ള ലോകങ്ങൾ 13 ജനങ്ങളും മറ്റു ദ്വീപുകളാറിലുമുള്ളോരും മറ്റു ഖണ്ഡങ്ങൾ 8 മറ്റു 3 യുഗങ്ങളിലുള്ളോരും മുക്തി തങ്ങൾക്കും സാധ്യമല്ലാകയാൽ കലികാലത്തെ ഭാരത കണ്ടെത്തി കൈമടങ്ങിടുന്നു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു അഞ്ജലി ആൻഡ് ആരതി മാതാജി. ഹരേ കൃഷ്ണ. പൂന്താനം ഈ കലിയുഗത്തിന്റെ പ്രാധാന്യത്തിനെ കുറിച്ച് പറയുന്നു. അതേപോലെ നാമജപ യജ്ഞത്തിനെ കുറിച്ചും പറയുന്നു. നാമസങ്കീർത്തനത്തിനെ കുറിച്ചും പറയുന്നത് ഈ ഭാഗത്താണ്. ഈ ജ്ഞാനപ്പാന രചിച്ചിട്ടുള്ളത് തന്നെ നാമമഹാത്മ്യം പറയാൻ വേണ്ടിയിട്ടാണ് എന്ന അവസാനം പൂന്താനം
പറയുന്നുണ്ട്. അപ്പം ജ്ഞാനപ്പാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇവിടെ പൂന്താനം പറയുന്നത്. നമുക്ക് നോക്കാം. യെസ്, എന്താണ് പറയുന്നത്? യുഗം 4 നല്ലു കലിയുഗം, സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ എന്നാണ് പറയുന്നത്. നമുക്കറിയാം 4 യുഗങ്ങളാണ് ഉള്ളത്, അല്ലെ? കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അങ്ങനെ 4 യുഗങ്ങളാണുള്ളത് നമ്മൾക്ക് അറിയാം. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യുഗം, ഏറ്റവും നല്ല യുഗം കലിയുഗമാണ് എന്നാണ് പൂന്താനം പറയുന്നത്, അല്ലെ? നമ്മൾ സാധാരണ കലിയുഗത്തിനെ കുറിച്ച് വളരെ മോശമായിട്ട് കേട്ടിട്ടുള്ളത്, അല്ലെ? ഏറ്റവും മോശമാണ്, ദോഷങ്ങൾ നിറഞ്ഞതാണ് കലിയുഗം എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ പൂന്താനം എന്താണ് പറയുന്നത്? യുഗം 4 നല്ലു കലിയുഗം എന്നാണ് പറയുന്നത്. ഏറ്റവും നല്ല യുഗം കലിയുഗമാണ്. എന്തിനു വേണ്ടിയിട്ട്? സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ, മോക്ഷം ലഭിക്കാൻ ഏറ്റവും നല്ല യുഗം കലിയുഗമാണ് എന്നാണ് പറയുന്നത്. സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ, മോക്ഷം ലഭിക്കാൻ താല്പര്യമുള്ളവർക്ക്, ഭഗവാന്റെ ഭക്തി ചെയ്ത് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് യുഗം ഏതാണ്? കലിയുഗമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പൂന്താനം യുഗം 4 നല്ലു കലിയുഗം എന്ന് പറയുന്നത്. സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ, സുഖമാണ് മുക്തി വരുത്തുവാൻ. കാരണം എന്താണ്? മറ്റു യുഗങ്ങളിലൊക്കെ മുക്തി ലഭിക്കണമെങ്കിൽ അവിടെ ചെയ്യേണ്ട കർമ്മങ്ങൾ അത് വലിയ ബുദ്ധിമുട്ടാണ്. കലിയുഗത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് മറ്റു യുഗങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത്. ഓരോ യുഗത്തിലും നമ്മൾ ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നത്. എല്ലാ യുഗത്തിലേക്കും ഒരേ മാർഗമല്ല നിർദ്ദേശിച്ചിട്ടുള്ളത്. ഓരോ യുഗത്തിലേക്കും വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളാണ് ശാസ്ത്രങ്ങളിൽ നിർദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഓരോ യുഗത്തിലും നമ്മൾ ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി എന്ത് കാര്യമാണ് ചെയ്യേണ്ടത് എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഹൃദയത് ധ്യായതോ വിഷ്ണു ത്രേതായേ യജതോ മഖേ ദ്വാപരേ പരിചര്യായാം കലൗതത് ഹരികീർത്തന എന്ന് പറയുന്നുണ്ട്, അല്ലെ? 12ാമത്തെ സ്കന്ധത്തില് 3ാമത്തെ അധ്യായം 52ാമത്തെ ശ്ലോകം. ഹൃദയത് ധ്യായതോ വിഷ്ണു ത്രേതായേ യജതോ മഖേ ദ്വാപരേ പരിചര്യായാം കലൗതത് ഹരികീർത്തനാഥ്. മറ്റു യുഗങ്ങളിൽ നമ്മൾക്ക് ഭഗവാനെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് മോക്ഷം ലഭിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? കൃതയുഗത്തിലായിരുന്നെങ്കിൽ നമ്മൾ ഭഗവാനെ ധ്യാനിക്കണം, വിഷ്ണുവിനെ ധ്യാനിക്കണം. എത്ര കാലം ധ്യാനിക്കണം? 1000കണക്കിന് വർഷം ധ്യാനിക്കണം. കാരണം കൃതയുഗത്തിലെ ആയുസ് കൂടുതലാണ്. 1,00,000 വർഷമാണ് കൃതയുഗത്തിലെ ആയുസ്. നമ്മൾ ഭാഗവതത്തിൽ വായിച്ചിട്ടുണ്ട്, കർദമ മഹർഷി 10,000 വർഷം വിഷ്ണുവിനെ ധ്യാനിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഭഗവത് സാക്ഷാത്കാരം ഉണ്ടായിട്ടുള്ളത്. 10,000 വർഷം ഒറ്റയ്ക്ക് കാട്ടിലിരുന്ന് തപസ് ചെയ്യുകയായിരുന്നു, അല്ലെ? നമ്മൾക്ക് കാട്ടിലേക്ക് പോകാൻ തന്നെ പേടിയാണ്, അല്ലെ? ഒരു ദിവസം പോലും നമുക്ക് ഒറ്റയ്ക്ക് കാട്ടിലിരിക്കാൻ സാധിക്കില്ല, നമ്മൾക്ക് അത്രയും ഭയമാണ്. പക്ഷെ കൃതയുഗത്തിൽ അവർ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. മാത്രമല്ല അവർക്ക് ഭഗവാനെ കണ്ണടച്ച് ധ്യാനിക്കാനുള്ള കഴിവും ഉണ്ടായിരുന്നു. മനസ്സ് ശാന്തമായിരുന്നു. കൃതയുഗത്തില് ശാന്തമായിട്ട് അവർ ധ്യാനിച്ചിരുന്നു. അത് നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് ചെയ്യാൻ സാധിക്കുന്നില്ല. ത്രേതായം യജതോ മഖേ, ത്രേതായുഗത്തില് യജ്ഞങ്ങളാണ്. വേദമന്ത്രങ്ങൾ കൃത്യമായിട്ട് ജപിച്ചുകൊണ്ട് ശുദ്ധമായിട്ടുള്ള പാല്, ശുദ്ധമായിട്ടുള്ള നെയ്യ്, ഇതൊക്കെ ടൺ കണക്കിന് ഉപയോഗിച്ച് വേദമന്ത്രങ്ങൾ കൃത്യമായിട്ട് ചൊല്ലാൻ സാധിക്കുന്ന ബ്രാഹ്മണരുടെ സഹായത്തോടുകൂടി അവർ യജ്ഞങ്ങൾ ചെയ്ത് ഭഗവാനെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ത്രേതായുഗത്തിലെ കഥകൾ വായിക്കുന്ന സമയത്ത് നമ്മൾക്ക് യജ്ഞങ്ങൾ ധാരാളമായിട്ട് കാണാൻ സാധിക്കും. കാരണം ത്രേതായുഗത്തിലെ യുഗധർമ്മം യജ്ഞങ്ങളാണ്. ത്രേതായാം യജതോ മഖേ ദ്വാപരേ പരിചര്യായാം എന്ന് പറയും. ദ്വാപര യുഗത്തില് പരിചര്യ, ഭഗവാന്റെ സേവനം, വിഗ്രഹ സേവനം, ക്ഷേത്രാരാധനയിലൂടെയാണ് ദ്വാപര യുഗത്തിൽ മോക്ഷം നേടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ വലിയ വലിയ ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ച്
അതിൽ ഭഗവാന് പൂർണ്ണസമയം സേവനം ചെയ്തുകൊണ്ടിരുന്നത് ദ്വാപരയുഗത്തിലാണ്. അന്നത്തെ കാലത്ത് ജനങ്ങളെല്ലാവരും ഏതെങ്കിലും ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് ജീവിച്ചിരുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെടാതെ അവർക്ക് ജീവിതമില്ല. അവരുടെ തൊഴിലുകളൊക്കെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തൊഴിലുകളാണ്. ക്ഷേത്രത്തിലെ ഓരോ സേവനം ചെയ്യാൻ ഓരോരുത്തർക്കും അധികാരവും അവകാശവും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാ തൊഴിലുകളും ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ആണ് ഉണ്ടായിരുന്നത് ദ്വാപരയുഗത്തിൽ. അങ്ങനെ എല്ലാ സേവനങ്ങളും ഭഗവാനുമായി ബന്ധപ്പെട്ട് ചെയ്തത് കൊണ്ട് അവർക്കും മോക്ഷം കിട്ടി ദ്വാപരയുഗത്തിൽ. പക്ഷെ ഇന്ന് നമ്മൾക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജീവിക്കാനുള്ള സാഹചര്യമില്ല, അല്ലെ? എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ക്ഷേത്രത്തിലേക്കല്ല പോകുന്നത് കലിയുഗത്തിൽ. കലിയുഗത്തിൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഫാക്ടറിയിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്, അല്ല, അങ്ങനെ പല സ്ഥലത്തേക്കുമാണ് നമ്മൾ കലിയുഗത്തിൽ പോകുന്നത്. ദ്വാപരയുഗത്തിൽ എല്ലാവരും എഴുന്നേറ്റ് ക്ഷേത്രത്തിലേക്കാണ് പോയിരുന്നത്. അവിടെ അവർക്ക് ഓരോരോ ജോലികൾ ചെയ്യാനുണ്ട്, ഭഗവാന്റെ സേവനവുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് എല്ലാവരും ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രാരാധന, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ചിരുന്നു. ദ്വാപരയെ പരിചര്യായ, അതൊന്നും നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾക്ക് വിധിച്ചിട്ടുള്ളത് എന്താണ്? കലൗതത് ഹരികീർത്തന, കലിയുഗത്തില് ഹരിനാമജപം, ഭഗവാന്റെ നാമജപം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, അങ്ങനെ ജപിക്കുന്നതാണ് കലിയുഗത്തിലെ യജ്ഞം. പക്ഷെ ഇത് വളരെ എളുപ്പമാണ്. മറ്റ് യുഗങ്ങളിലുള്ള മാർഗങ്ങളെ അപേക്ഷിച്ച് ഇത് വളരെ എളുപ്പമാണ് എന്നാണ് പൂന്താനം പറയുന്നത്. അതുകൊണ്ടാണ് സുഖമാണ് എന്നിവിടെ പൂന്താനം പറഞ്ഞിട്ടുള്ളത്. സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ, വളരെ ഈസിയാണ്, അല്ലെ? നമ്മൾക്ക് മറ്റാരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ള യജ്ഞങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് എല്ലാവരെയും ആശ്രയിക്കണം. ഒരുപാട് ധനം വേണം, ശുദ്ധമായിട്ടുള്ള പാല് നെയ്യൊക്കെ ധാരാളം വേണം, ബ്രാഹ്മണരെ വിളിക്കണം, അവർക്ക് ദാനം നൽകണം, അവരെ കാല് കഴുകി ചൂട്ടണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പക്ഷെ കലിയുഗത്തിൽ നാമം ജപിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏത് യുഗത്തിലാണെങ്കിലും നാമം ജപിക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. നാമം ജപിക്കാനുള്ള, നാമജപയജ്ഞത്തിനുള്ള എല്ലാ സാമഗ്രികളും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്, നമ്മൾക്ക് തന്നെ തന്നിട്ടുണ്ട് ഭഗവാൻ, അല്ലെ? നാമം ജപിക്കാനുള്ള നാക്കും നാമം ജപിക്കാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആരുടെയും സഹായമില്ലാതെ തന്നെ എപ്പോഴും നാമം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ജപിക്കാൻ ആരുടെയും സഹായം നമ്മൾക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇത് വളരെ സുഖമാണ് എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ്, പണത്തിന്റെ ചെലവൊന്നുമില്ല, അല്ലെ? ഈ യജ്ഞം ചെയ്യുന്നതിന്, നാമജപ യജ്ഞം ചെയ്യുന്നതിന് ഒരു ചെലവുമില്ല. 5 പൈസ ചെലവാക്കാണ്ട് നമുക്ക് യജ്ഞം ചെയ്യാം. എപ്പോ വേണമെങ്കിലും നമുക്ക് ഈ യജ്ഞം ചെയ്യാം. അതുകൊണ്ട് ഇത് സുഖമാണ് എന്ന് പറയുന്നു. സുഖമേ തന്നെ മുക്തി ലഭിക്കുവാൻ. മാത്രമല്ല ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇതിന്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യും. കലിയുഗത്തിൽ എല്ലാം കർമ്മത്തിന്റെയും റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നതാണ്. മറ്റു യുഗങ്ങളെ അപേക്ഷിച്ച് പെട്ടെന്നാണ് കലിയുഗത്തിൽ റിസൾട്ട് കിട്ടുന്നത് എന്നും ശാസ്ത്രങ്ങളിൽ, പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഹൃദയത്തിൽ നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തതിന്റെ റിസൾട്ട്, ഫലം കിട്ടണമെങ്കിൽ 1 വർഷം കാത്തിരിക്കണമെന്നാണ് പറയുക. ത്രേതായുഗത്തിലാണെങ്കിൽ 6 മാസം കഴിയണം, ദ്വാപരയുഗത്തിലാണെങ്കിൽ 1 മാസമെങ്കിലും കഴിയണം, കലിയുഗത്തിൽ 1 ദിവസം കഴിഞ്ഞാൽ മതി എന്നാണ് പറയുന്നത്. അപ്പം പെട്ടെന്ന് നമുക്ക് ഇതിന്റെ റിസൾട്ടും കിട്ടും. അതുകൊണ്ട് ഏറ്റവും സുഖവുമാണ്, ഏറ്റവും എളുപ്പവുമാണ് ഈ യുഗത്തില് മോക്ഷം നേടാനുള്ള മാർഗം എന്ന് പറയുന്നത്. നാമം ജപിച്ചാൽ മാത്രം മതി. അതാണ് പൂന്താനം, ആ മെത്തേഡാണ്, ആ ഒരു മാർഗമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. എന്താ പറയുന്നത്? കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയേ മറ്റില്ലേതുമേ യത്നമറിഞ്ഞാലും. ഭഗവാന്റെ തിരുനാമങ്ങൾ, ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചാൽ മതി. പക്ഷെ പൂന്താനം പറയുന്നത് നാമജപത്തിനെ കുറിച്ചല്ല, ഇവിടെ നാമസങ്കീർത്തനത്തിനെ കുറിച്ചാണ് പ്രത്യേകിച്ച് പൂന്താനം പറയുന്നത്. നമുക്ക് നാമജപവും ചെയ്യാം, നാമസങ്കീർത്തനവും ചെയ്യാം. രണ്ടും ഭഗവാന്റെ നാമജപം തന്നെയാണ്. പക്ഷെ രണ്ടിനും ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? നാമജപം നമ്മൾക്ക് ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ചെയ്യാം. ഒറ്റയ്ക്ക് നമ്മൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ഭഗവാന്റെ നാമം ജപിക്കുന്നതിനെയാണ് നാമജപം എന്ന് പറയുന്നത്. നാമസങ്കീർത്തനം എന്താണ്?
ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്ന് ഭഗവാന്റെ നാമം ഉറക്കെ ചൊല്ലുന്നതിനെയാണ് നാമസങ്കീർത്തനം എന്ന് പറയും. ആ നാമസങ്കീർത്തനത്തിൽ നമ്മൾക്ക് വാദ്യമേളങ്ങളൊക്കെ ഉപയോഗിക്കാം, സംഗീത ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാം. അതിന്റെ ഒരു രാഗത്തിന് വേണ്ടി നമ്മൾക്ക് ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാം നാമസങ്കീർത്തനത്തിൽ. അങ്ങനെയുള്ള ആ നാമസങ്കീർത്തനമാണ് യഥാർത്ഥത്തിൽ കലിയുഗത്തിലെ യജ്ഞം എന്ന് ഭാഗവതത്തില് വളരെ വ്യക്തമായിട്ട് 11ാമത്തെ സ്കന്ധത്തില് 5ാമത്തെ അധ്യായം 32ാമത്തെ ശ്ലോകത്തില് പറയുന്നുണ്ട്. കൃഷ്ണവർണം തുഷാ കൃഷ്ണം സാങ്കോപാംഗാസ്ത്രപാർഷദം യജ്ഞേ സങ്കീർത്തനപ്രായേ യജന്തി സുമേധസ എന്ന് പറയും. ഭഗവാൻ തന്നെ ഈ നാമസങ്കീർത്തന യജ്ഞം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കലിയുഗത്തിൽ അവതരിക്കും എന്ന് ഭാഗവതത്തിൽ പറയുന്നു. അല്ലെ, ഭഗവാൻ അവതരിച്ചിട്ടുണ്ടായിരുന്നു 500 വർഷം മുന്നേ. ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് ഭഗവാൻ നാമസങ്കീർത്തനം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വെസ്റ്റ് ബംഗാളിൽ അവതരിച്ചു. അദ്ദേഹം ആ സമയത്ത് ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് നാമസങ്കീർത്തനം പ്രചരിപ്പിക്കുകയും ചെയ്തു. കാരണം നാമജപം കലിയുഗത്തിലേക്കുള്ള ഒരേ ഒരു മാർഗമാണ്, ജനങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗമാണ് എന്നിവിടെ പൂന്താനം പറയുന്നു. തിരുനാമ സങ്കീർത്തനം എന്നിയെ മറ്റില്ലേതുമേ യത്നമറിഞ്ഞാലും. തിരുനാമ സങ്കീർത്തനമല്ലാതെ വേറൊരു വഴിയും നമ്മൾക്ക് ചെയ്യാനില്ല. വേറെ ഒരു വഴിയിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. വേറെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മറ്റു യുഗങ്ങളിലുള്ള വഴികൾ, മറ്റു യുഗങ്ങളിൽ ധ്യാനം, ത്രേതായുഗത്തിലെ ധ്യാനം, കൃതയുഗത്തിലെ ധ്യാനം, ത്രേതായുഗത്തിലെ യജ്ഞം, ദ്വാപരയുഗത്തിലെ ക്ഷേത്രാരാധന, ഇതൊന്നും നമ്മൾക്ക് പെർഫെക്റ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് കലിയുഗത്തിൽ ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് മറ്റു വഴിയൊന്നും ഇല്ല എന്ന് പൂന്താനം പറയുന്നത്. അത് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. പൂന്താനം സ്വന്തം അഭിപ്രായം പറയുന്നതല്ല. നാരദീയ പുരാണത്തിൽ ഈ കാര്യം പറയുന്നത്. നാരദീയ പുരാണത്തില് നാരദ മഹർഷി തന്റെ ജ്യേഷ്ഠന്മാരായിട്ടുള്ള സനത് കുമാരന്മാരോട് ചോദിക്കുന്നുണ്ട്, ഈ കലിയുഗത്തിലെ ആളുകൾ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? കലിയുഗത്തിൽ വലിയ ബുദ്ധിമുട്ടാണല്ലോ, ആരും ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നില്ല, ഇവർക്കൊക്കെ മോക്ഷം കിട്ടാൻ എന്താണ് വഴി എന്ന് ചോദിച്ച സമയത്ത് സനകാദികൾ നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു മന്ത്രമാണ് എന്ത്? ഹരേർനാമ ഹരേർനാമ ഹരേർനാമൈവ കേവലം കലൗ നാസ്ത്യേവ 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 ഗതിരന്യഥ എന്ന് സനകാദികള് നാരദ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു. എന്താണ് പറഞ്ഞത്? ഹരേർനാമ ഹരേർനാമ ഹരേർനാമൈവ കേവലം കലൗ ന ആസ്ത്യേവ നാസ്ത്യേവ നാസ്ത്യേവ ഗതിർ അന്യഥ. ഹരിയുടെ തിരുനാമജപമല്ലാതെ കലിയുഗത്തിൽ കലൗ മറ്റൊരു മാർഗമില്ല, മറ്റൊരു മാർഗമില്ല, മറ്റൊരു മാർഗമില്ല എന്ന് 3 പ്രാവശ്യം എടുത്തു പറയും. എന്താണ് 3 പ്രാവശ്യം എടുത്തു പറയാൻ കാരണം? മറ്റു 3 യുഗങ്ങളിലെ മാർഗങ്ങളൊന്നും കലിയുഗത്തിൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് 3 പ്രാവശ്യം മറ്റൊരു മാർഗമില്ല, മറ്റൊരു മാർഗമില്ല, മറ്റൊരു മാർഗമില്ല എന്ന് പറയുന്നത്. അപ്പം എവിടെങ്കിലും 3 പ്രാവശ്യം ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പിച്ചതാണ്. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ മാർഗം അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ശങ്കരാചാര്യരും പറയുന്നുണ്ട് 3 പ്രാവശ്യം ഭഗവാന്റെ നാമം ജപിക്കാൻ വേണ്ടി, അല്ലെ? ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ മൂഢമതേ നഹി നഹി രക്ഷതി ദുഃഖൃഞ്ഞകരണം. നമ്മളെ ഈ വ്യാകരണങ്ങളോ ശ്ലോകങ്ങൾ പഠിച്ചത് കൊണ്ടോ ഒന്നും നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഗോവിന്ദന്റെ നാമം ഭജിക്കണം, ഗോവിന്ദനെ നമ്മൾ സ്തുതിക്കണം. ഭഗവാന്റെ നാമജപമാണ് കലിയുഗത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം എന്ന് ശങ്കരാചാര്യർ 3 പ്രാവശ്യം പറയും. അത് തന്നെയാണ് നാരദീയ പുരാണത്തിൽ പറയുന്നത്. ഹരേർനാമ ഹരേർനാമ ഹരേർനാമൈവ കേവലം. ഹരിനാമജപമല്ലാതെ മറ്റു മാർഗമില്ല, മറ്റു മാർഗമില്ല, മറ്റു മാർഗമില്ല എന്ന് അവിടെ നാരദീയ പുരാണത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പൂന്താനം ഇവിടെ പറയുന്നത്. തിരുനാമ സങ്കീർത്തനം എന്നിയെ മറ്റില്ലേതുമേ യത്നമറിഞ്ഞാലും. മറ്റു മാർഗങ്ങളൊന്നും ഈ കലികാലത്തിൽ നമ്മുടെ മുന്നിലില്ല. ഭഗവാന്റെ നാമം ജപിക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന് ജപിച്ചാൽ മതി. വളരെ എളുപ്പമാണ് എന്ന് പൂന്താനം പറയുന്നുണ്ട്.
അപ്പൊ ഇതിൽ ഈ ഒരു കാര്യം കലിയുഗത്തിന്റെ പ്രാധാന്യമാണ് എന്ന് ഭാഗവതത്തിലും പറയുന്നത്. പരീക്ഷിത്ത് മഹാരാജാവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കലിയുഗത്തിലെ ആളുകൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്, അവരെ ശരിയായിട്ടുള്ള രീതിയിൽ ഭഗവാന്റെ അടുത്തേക്ക് നയിക്കാനൊന്നും ആരും മെനക്കെടുന്നില്ല, എല്ലാവരും അവരെ വഞ്ചിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ അവർക്ക് രക്ഷപ്പെടാൻ എന്താണ് മാർഗം എന്ന് പരീക്ഷിത്ത് മഹാരാജാവ് ശുകദേവ് ബ്രഹ്മർഷിയോട് ചോദിക്കുന്നു. അപ്പൊ ശുകദേവ് ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട് 12ാമത്തെ സ്കന്ധത്തില് 3ാമത്തെ അധ്യായം 51ാമത്തെ ശ്ലോകം. കലൗ ദോഷനിധേ രാജൻ അസ്തിഖേദോ മഹദാൻ ഗുണൻ കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേത്. കലിയുഗം ദോഷം നിറഞ്ഞതാണ്, പക്ഷെ അതിന് വലിയൊരു ഗുണമുണ്ട്. എന്താണ്? കൃഷ്ണന്റെ നാമം ജപിച്ചാൽ മാത്രം മതി. കീർത്തനാത് ഏവ കൃഷ്ണസ്യ, ഹരേ കൃഷ്ണ എന്ന് ജപിച്ചാൽ മാത്രം മതി. എന്ത് സംഭവിക്കും? മുക്തസംഗ പരം വ്രജേത്. നമ്മൾ കലിയുഗത്തിന്റെ എല്ലാ ദോഷങ്ങളിൽ നിന്നും മുക്തരായിട്ട് പരം വ്രജേത്, ഈ ജന്മത്തിൽ തന്നെ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകും എന്ന് പറയും. കലൗ ദോഷനിധേ രാജൻ അസ്തിഖേദോ മഹദാൻ ഗുണാൻ കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേത് എന്ന് പറയും. ഇങ്ങനെ വലിയൊരു അവസരം കലിയുഗത്തിൽ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് പൂന്താനം ഇവിടെ പറയുന്നത്. അതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. തിരുനാമ സങ്കീർത്തനം എന്നിയെ മറ്റില്ലേതും യത്നമറിഞ്ഞാലും. നമ്മൾ ഇത് മാത്രം ചെയ്താൽ മതി, സിമ്പിളായിട്ട് നാമം ജപിച്ചുകൊണ്ടിരുന്നാൽ മതി, ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാം എന്നാണ് പൂന്താനം പറയുന്നത്. ഭാഗവതത്തിൽ പറയുന്ന കാര്യം തന്നെയാണ് പൂന്താനം ഇത് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യമാണ് സ്വർഗത്തിലിരുന്ന് ദേവന്മാർ നമ്മളെ കുറിച്ച് പറയുന്നത് എന്നാണ് പറയുന്നത്. ഈ കലിയുഗത്തിൽ ജനിച്ചിട്ടുള്ള മനുഷ്യന്മാർക്ക് വലിയൊരു അവസരം കിട്ടി. ആ ഒരു കാര്യമാണ് അടുത്ത ഭാഗത്ത് പറയുന്നത്. എന്താണ് പറയുന്നത്? അതു ചിന്തിച്ചു മറ്റുള്ള ലോകങ്ങൾ 13-ലുമുള്ള ജനങ്ങളും മറ്റു ദ്വീപുകൾ 6-ലുമുള്ളവരും മറ്റു ഖണ്ഡങ്ങൾ 8-ലുമുള്ളവരും മറ്റു 3 യുഗങ്ങളിലുള്ളവരും മുക്തി തങ്ങൾക്കു സാധ്യമല്ലായകയാൽ കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലിതാതരം കൈവണങ്ങിയിരുന്നു. എന്താണ് പറയുന്നത്? അത് ചിന്തിച്ചു എന്നാണ് പറയുന്നത്. എന്ത് ചിന്തിച്ചിട്ടാണ്? കലിയുഗത്തിൽ നാമസങ്കീർത്തനം മാത്രം ചെയ്താൽ മതി, ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാം എന്നുള്ള കാര്യം ചിന്തിച്ചിട്ട്. ആരാണത് ചിന്തിക്കുന്നത്? അത് ചിന്തിച്ചു മറ്റുള്ള ലോകങ്ങൾ 13-ലുമുള്ള ജനങ്ങൾ. മറ്റ് 13 ലോകങ്ങളുണ്ട്, നമുക്കറിയാം. 7 14 ലോകങ്ങൾ. 7 14 ലോകങ്ങളിൽ ഭൂമി ഒഴികെയുള്ള ബാക്കി 13 ലോകങ്ങളിലുള്ള ആളുകളും എന്നാണ് പറയുന്നത്. അല്ലെ? താഴോട്ട് നോക്കുകയാണെങ്കിൽ, ഭൂമിയുടെ താഴോട്ടാണെങ്കിൽ അതലം, വിതലം, സുതലം, മഹാതലം, രസാതലം, പാതാളം തുടങ്ങിയിട്ടുള്ള 7 ലോകങ്ങൾ. ഭൂമിയുടെ മുകളിലേക്കാണെങ്കിൽ ഭുവർലോകം, സ്വർഗലോകം, മഹർലോകം, ജനലോകം, തപലോകം, സത്യലോകം, ഇങ്ങനെ 6 ലോകങ്ങൾ. ഇങ്ങനെ 7 4 7 6 13 ലോകങ്ങൾ. മറ്റു ലോകങ്ങൾ 6-ലുമുള്ളവരും മറ്റു ലോകങ്ങൾ 13-ലുമുള്ള ജനങ്ങളും 13 ലോകങ്ങളിലുള്ള ആളുകളും മറ്റു ദ്വീപുകൾ 6-ലുമുള്ളവരും. 7 ദ്വീപുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അല്ലെ, ഭൂമണ്ഡലത്തിൽ 7 ദ്വീപുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അതില് ഈ ജംബു ദ്വീപ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ദ്വീപുകളിലുള്ള ആളുകളും. ജംബു ദ്വീപ് ഒഴിച്ച് പ്ലക്ഷം, ശാൽമലി, കുശ, ക്രൗഞ്ച, ശാഖ, പുഷ്കര ഇങ്ങനെയുള്ള 6 ദ്വീപുകളിലുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. മറ്റു ദ്വീപുകൾ 6-ലുമുള്ളവരും മറ്റു ഖണ്ഡങ്ങൾ 8-ലുമുള്ളവരും എന്ന് പറയുന്നു. ജംബുദ്വീപിൽ 9 ഖണ്ഡങ്ങളാണുള്ളത്, 9 വർഷങ്ങളാണ് ഉള്ളത് എന്ന് പറയുന്നു. കിംപുരുഷ വർഷം, ഹരിവർഷം, കേതുമാല വർഷം, ഇളാവൃത വർഷം, ഭദ്രാശ വർഷം, രമ്യവർഷം, ഹിരൺമയ വർഷം, കുരുവർഷം, അങ്ങനെ 9 ദ്വീപുകളാണുള്ളത്. അതിൽ 9 വർഷങ്ങളാണുള്ളത്. അതിൽ ഭാരതവർഷം ഒഴികെയുള്ള 8 വർഷങ്ങളിലുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അവർക്കും ഭാരതത്തിൽ ജനിക്കാൻ സാധിച്ചില്ല. മറ്റു 3 യുഗങ്ങളിലുള്ളവരും എന്ന് പറയും.
മറ്റു 3 യുഗങ്ങളിലുള്ള ആളുകളും. അപ്പൊ ഇതേ സമയത്ത് തന്നെ മറ്റു ലോകങ്ങളിൽ മറ്റു യുഗങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾക്ക് ഇവിടെ കലിയുഗമാണ്, മറ്റു ലോകങ്ങളിൽ ചിലപ്പോൾ മറ്റു യുഗങ്ങളും ഉണ്ടാകും. സത്യയുഗം നടക്കുന്ന ലോകങ്ങളുണ്ടാകും, വ്യത്യസ്തമായിട്ടുള്ള യുഗങ്ങൾ അവിടെ നടക്കുന്നുണ്ടാകും. മറ്റു 3 യുഗങ്ങളിലുള്ളവരും മുക്തി തങ്ങൾക്കു സാധ്യമല്ലായകയാൽ അവർക്കൊന്നും ഇത്ര എളുപ്പത്തിൽ മുക്തി ലഭിക്കുന്നില്ല. കലിയുഗത്തിൽ വന്ന് ഭഗവാന്റെ നാമം ജപിച്ച് മുക്തി ലഭിക്കുന്നത് പോലെ അവർക്ക് മുക്തി ലഭിക്കുന്നില്ല. മുക്തി തങ്ങൾക്കു സാധ്യമല്ലായകയാൽ കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലിതാതരം കൈവണങ്ങിയിടുന്നു. അവരെന്താണ് ചെയ്യുന്നത്? ഈ കലികാലത്ത് ജനിച്ചിട്ടുള്ള മനുഷ്യന്മാരെ ബഹുമാനിക്കുകയാണ്, അവര് നമ്മളെ വണങ്ങുകയാണ് ചെയ്യുന്നത്. ഇവര് വലിയ ഭാഗ്യവാന്മാരാണ്, ഇവര് പൂർവ്വജന്മത്തിൽ എന്തോ വലിയ സുഹൃതം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഭഗവാൻ അവർക്ക് വലിയൊരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഈ കലിയുഗത്തിൽ ഭാരതവർഷത്തിൽ മനുഷ്യന്മാരായിട്ട് ജനിക്കാൻ സാധിക്കുന്നത് എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ആ കലിയുഗത്തിനും ഇവിടെ ജനിച്ചിട്ടുള്ള മനുഷ്യന്മാർക്കും വലിയ ആദരം അവർ നൽകുന്നു, അവർ കൈവണങ്ങുന്നു എന്നാണ് പറയുന്നത്. കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലിതാതരം കൈവണങ്ങിയിടുന്നു എന്ന് പറയും. എന്നിട്ട് അവരെന്താണ് പറയുന്നത്? ഇത് ഭാഗവതത്തിൽ പറയുന്നതാണ്. ഭാഗവതത്തിൽ 5-ാമത്തെ സ്കന്ധം 19-ാമത്തെ അധ്യായം 21-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നതാണ്. ദേവന്മാർ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നത്. എന്താണ് ദേവന്മാർ തമ്മിൽ സംസാരിക്കുന്നത്? ഈ കലിയുഗത്തിലെ ഭാരതഭൂമിയിൽ ജനിച്ചിട്ടുള്ള മനുഷ്യന്മാർ അവർ പൂർവ്വജന്മത്തിൽ വലിയ സുഹൃതം ചെയ്തിട്ടുണ്ട്, വലിയ വലിയ തപസ്സുകൾ ചെയ്തിട്ടുണ്ട്, അവർ യജ്ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, അവർ തീർത്ഥാടനമൊക്കെ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ്, അതുകൊണ്ടാണ് അവർക്ക് ഈ ഭാരതഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഞങ്ങൾക്കതിന് സാധിച്ചില്ല, നമ്മൾക്കതിന് സാധിച്ചില്ല. ഇവരുടെ മേൽ ഭഗവാന് പ്രത്യേകം കാരുണ്യമുണ്ട്, ഇവർക്ക് ഭഗവാൻ പ്രത്യേകം അനുഗ്രഹം നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് കലിയുഗത്തിൽ മനുഷ്യരായിട്ട് ഈ ഭാരതഭൂമിയിൽ ജനിച്ചിട്ടുള്ളത് എന്ന് ദേവന്മാർ പറയുന്ന കാര്യം ഭാഗവതത്തിൽ കൊടുത്തിട്ടുണ്ട്. 5-ാമത്തെ സ്കന്ധം 19-ാമത്തെ അധ്യായം 21-ാമത്തെ ശ്ലോകത്തിൽ. അപ്പൊ എന്താണ് അവർ പറയുന്നത് എന്നാണ് അടുത്ത പദ്യത്തിൽ പറയുന്നത്. അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇതുകാലം ജനിച്ചുകൊണ്ടിടുവാൻ യോഗ്യത വരുത്തിയിടുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ. ഈ സമയത്ത് ഒരു പുല്ലായിട്ടെങ്കിലും ജനിച്ചാൽ മതിയായിരുന്നു എന്നാണ് അവര് പറയുന്നത് കലിയുഗത്തിൽ. കാരണം എന്താണ്? കലിയുഗത്തിൽ ഭക്തന്മാർ നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കും. അങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്ന സമയത്ത് ഭക്തന്മാരുടെ പാദസ്പർശം അവർ കേൾക്കാൻ സാധിക്കും. എങ്ങനെയാണെങ്കിൽ അവർ പുല്ലായിട്ട് ജനിക്കുകയാണെങ്കിൽ എന്ന് പറയുന്നു. അപ്പൊ അത് വലിയ, ഈ കലിയുഗത്തില് ഭാരതഭൂമിയില് ഒരു പുല്ലായിട്ട് ജനിക്കുകയാണെങ്കിൽ പോലും അത് വലിയൊരു ഭാഗ്യമാണ്. അത്ര ഭാഗ്യം പോലും തങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്നാണ് ദേവന്മാര് നമ്മളെ കുറിച്ച് ഇപ്പോ ഈ കലിയുഗത്തില് ഭാരതഭൂമിയിൽ ജനിച്ചിട്ടുള്ള മനുഷ്യന്മാരെ കുറിച്ച് പറയുന്നത് എന്ന് ഭാഗവതത്തില് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് വലിയൊരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇവിടെ പൂന്താനം പറയുന്നത്. ഭാരതഖണ്ഡത്തിങ്കൽ പിറന്നൊരു മാനുഷർക്കും കലിക്കും നമസ്കാരം. ഞങ്ങൾക്ക് കലിയുഗത്തിലും ജനിക്കാൻ സാധിച്ചില്ല, ഭാരതഖണ്ഡത്തിലും ജനിക്കാൻ സാധിച്ചില്ല. ഞങ്ങൾ ഇവിടെ ദേവന്മാരായിട്ട് ജനിച്ചുപോയി, അല്ലെങ്കിൽ ഞങ്ങൾ സത്യയുഗത്തിൽ ജനിച്ചുപോയി, കലിയുഗത്തിൽ ജനിക്കാൻ സാധിച്ചില്ല എന്ന് ദേവന്മാരൊക്കെ പറയുന്നു. എന്നെല്ലാം പുകഴ്ത്തിയിടുന്നു മറ്റുള്ളവർ, മറ്റുള്ള യുഗത്തിലുള്ള ആളുകളും മറ്റു ലോകത്തിലുള്ള ആളുകളും. എന്നതെന്തിനു നാം പറഞ്ഞിടുന്നു. ഇത് നമ്മൾ എന്തിനാണ് പറയുന്നത്? കാരണം നമ്മൾ ഈ സമയത്താണ് ജനിച്ചിട്ടുള്ളത്. നമ്മൾക്ക് അങ്ങനെ പരിതപിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുണ്ട്. നമ്മൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് കിട്ടിയിട്ടുള്ളത് എന്നാണ് അടുത്ത പദ്യത്തിൽ പറയുന്നത്. നമുക്ക് അതുകൂടി വായിക്കാം. അടുത്ത ഭാഗം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ.
അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇതുകാലം ജനിച്ചു കൊണ്ടിടുവാൻ യോഗ്യത വരുത്തിയിടുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ. ഭരത കണ്ടത്തിങ്കൾ പിറന്നൊരു മനുഷ്യർക്കും കലിക്കും നമസ്കാരം എന്നെല്ലാം പുകഴ്ത്തിയിടുന്നു മറ്റുള്ളോർ എന്നതെന്തേനു നാം പറഞ്ഞിടുന്നു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. എന്തിന്റെ കുറവ് കാലം കലിയുഗമല്ലയോ ഭാരതമിപ്രദേശവുമല്ലയോ നമ്മളെല്ലാം നരന്മാരുമല്ലയോ. ചെമ്മേ നന്നായി നിരൂപിക്കരെല്ലാരും ഹരിനാമങ്ങളില്ലാതെ പോകയോ നരകങ്ങളിൽ പീഡിക്കുറകയോ നവു കൂടാതെ ജന്മമതാകയോ നമുക്കിനി വിനാശമില്ലായ്കയോ കഷ്ടം കഷ്ടം നിരൂപണം കൂടാതെ ചുട്ടു തിന്നുന്നു ജന്മം പഴുതി നാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഹരേ കൃഷ്ണ. താങ്ക് യു അഞ്ജലി ആൻഡ് ആരതി മാതാജി. ഹരേ കൃഷ്ണ. ഇപ്പൊ ഇവിടെ പൂന്താനം പറയുന്നത് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. ഭഗവാൻ നമ്മൾക്ക് എന്തെല്ലാം തന്നിട്ടുണ്ട്, എത്ര വലിയൊരു ചാൻസ് ആണ് നമ്മൾക്ക് ഭഗവാൻ തന്നിട്ടുള്ളത്, അല്ലെ? ഒരു വലിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഭഗവാൻ നമ്മൾക്ക് തന്നിട്ടുള്ളത്. ദേവന്മാർ പോലും കൊതിക്കുന്ന ഒരു ചാൻസ്. എന്താണ്? ഈ കലിയുഗത്തില് ഭാരതവർഷത്തിൽ മനുഷ്യജന്മം കിട്ടുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ അവസരം നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ് അവസരം കൊണ്ട് ഉള്ള നേട്ടം? ഈ കലിയുഗത്തിൽ നമ്മൾ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് വിളിച്ചാൽ തന്നെ നമ്മൾക്ക് മുക്തി കിട്ടും എന്ന് പറയും. അങ്ങനെ മുക്തി കിട്ടി നമ്മൾക്ക് ഭഗവാന്റെ ലോകത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും, വൈകുണ്ഠ ലോകങ്ങളിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. ഭാഗവതത്തിലെ നിർദ്ദേശം അതാണ്. കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേത്. പൂർണ്ണരായിട്ട് മുക്തരായിട്ട് നമുക്ക് പരം വ്രജേത്, പരമമായിട്ടുള്ള ധാമത്തിലേക്ക്, ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാനുള്ള വലിയൊരു അവസരമുണ്ട്. ദേവന്മാർക്ക് ഒന്നും ഈ കാര്യം സാധിക്കുന്നില്ല, അല്ലെ? ദേവന്മാർക്ക് ഇനി അവരുടെ ആയുസ് കഴിയണം. ആയുസ് കഴിയാൻ തന്നെ ഒരുപാട് കാത്തിരിക്കണം. ദേവന്മാരുടെ ആയുസ് വളരെ നീണ്ടതാണ്. ബ്രഹ്മാവിന്റെ ആയുസ്സാണെങ്കിൽ വളരെ വളരെ നീണ്ടതാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി തിരിച്ചു പോകാൻ വേണ്ടി. പക്ഷെ കലിയുഗത്തില് മനുഷ്യന്മാരുടെ ആയുസ് എന്താണ്? വളരെ കുറവാണ്. പ്രായേണ അല്പായുഷ, വളരെ കുറവാണ് ആയുസ്. ആ ആയുസ് കൊണ്ട് തന്നെ ഭഗവാന്റെ നാമം ജപിച്ച് തിരിച്ച് എല്ലാവർക്കും വൈകുണ്ഠത്തിലേക്ക് പോകാൻ സാധിക്കും, അല്ലെ? പൂന്താനം പറയുന്നുണ്ട് അടുത്ത പദ്യത്തിൽ, വൈകുണ്ഠത്തിന് പോയിക്കൊള്ളുവിൻ എല്ലാവരും. ആർക്കൊക്കെ പോകാം? എല്ലാവർക്കും പോകാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ വൈകുണ്ഠ ലോകത്തിന്റെ ഡോർ ഓപ്പൺ ആണ്, സ്വർഗദ്വാരം അപാവൃതം, അല്ലെ? അതുകൊണ്ടാണ് കലിയുഗത്തിന്റെ ആദ്യത്തെ ഈ ഒരു ഭാഗത്തിനെ സുവർണയുഗം എന്ന് പറയുന്നത്. സുവർണയുഗം, ചൈതന്യ മഹാപ്രഭു അവതരിച്ചത് അത് പറയാൻ വേണ്ടിയിട്ടാണ്. വൈകുണ്ഠത്തിന്റെ ഡോറ് ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്. ആരൊക്കെയാണോ ഭഗവാന്റെ നാമം ജപിക്കുന്നത്, കൃഷ്ണ കൃഷ്ണ എന്ന് ജപിക്കുന്നത്, അല്ലെങ്കിൽ ഹരേ കൃഷ്ണ എന്ന് ജപിക്കുന്നത്, അവർക്കൊക്കെ മുക്തി നേടി ഭഗവാന്റെ അടുത്തേക്ക് ഈ ജന്മത്തിൽ തന്നെ തിരിച്ചു പോകാൻ സാധിക്കും എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു വലിയ ചാൻസിനെ കുറിച്ചാണ് പൂന്താനം ഇവിടെ പറയുന്നത്. നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹത്തിനെ കുറിച്ചാണ് പറയുന്നത്. കാലം ഇന്നു കലിയുഗമല്ലയോ, അല്ലെ? നമ്മൾ ജനിച്ചിരിക്കുന്നത് ഏത് സമയത്താണ്? കലിയുഗത്തിലാണ്. ഭാരതം ഈ പ്രദേശവുമല്ലയോ, നമ്മൾ ജനിച്ചത് എവിടെയാണ്? ഭാരതഭൂമിയിലാണ്. നമ്മളെല്ലാം നരന്മാരുമല്ലയോ, അല്ലെ? നമ്മൾക്ക് എല്ലാവർക്കും
നാമം ജപിക്കാനുള്ള മനുഷ്യജന്മം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ മറ്റു മൃഗങ്ങളായിട്ടല്ല ജനിച്ചിട്ടുള്ളത്. നമ്മളെല്ലാം നരന്മാരുമല്ലയോ. ചെമ്മേ നന്നായി നിരൂപിപ്പിനെല്ലാരും. ഈ ഒരു അനുഗ്രഹത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണമെന്നാണ് പൂന്താനം പറയുന്നത്. നമ്മൾക്ക് കിട്ടിയിട്ടുള്ള വലിയ അനുഗ്രഹത്തിനെ കുറിച്ച് നിരൂപിക്കണം. ചെമ്മേ നന്നായി നിരൂപിപ്പിനെല്ലാരും. ഹരിനാമങ്ങളിൽ എന്തുകൊണ്ടാണ് ഇനി നമ്മൾ നാമം ജപിക്കാത്തത് എന്നാണ് പൂന്താനം ആശ്ചര്യപ്പെടുന്നത്. പൂന്താനത്തിന് വലിയൊരു അത്ഭുതം. എന്താണ് പൂന്താനത്തിന്റെ അത്ഭുതം? ഈ കലിയുഗത്തിൽ മനുഷ്യജന്മം ഭാരതഭൂമിയിൽ കിട്ടിയിട്ടുള്ള ആളുകൾ എന്തുകൊണ്ട് നാമം ജപിക്കുന്നില്ല? അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ആ അത്ഭുതമാണ് ഇവിടെ പൂന്താനം പറഞ്ഞിരിക്കുന്നത്. ഹരിനാമങ്ങളില്ലാതെ പോകുകയോ. എന്തുകൊണ്ടാണ് നമ്മൾ നാമം ജപിക്കാത്തത്? ഭഗവാന് നാമങ്ങളില്ലാഞ്ഞിട്ടാണോ? ഭഗവാൻ എത്രയാണ് നാമമുള്ളത് അല്ലെ? ചൈതന്യ മഹാപ്രഭു ശിക്ഷാഷ്ടകത്തിൽ പറയുന്നു, നാംനാം അകാരി ബഹുദാ നിജ സർവശക്തി. ഭഗവാന് എത്ര നാമങ്ങളുണ്ട്? നാംനാം അകാരി ബഹുദ. എണ്ണാൻ പറ്റാത്തത്രയും നാമങ്ങള് ഭഗവാനുണ്ട്. ആ നാമങ്ങളൊക്കെ ഭഗവാനെ പോലെ തന്നെയാണ്. നാമവും നാമിയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് പറയുന്നത്. ഭഗവാന് നാമങ്ങളില്ലേ എന്നാണ് ഇവിടെ പൂന്താനം ചോദിക്കുന്നത്. ഭഗവാൻ എത്രയോ നാമങ്ങളുണ്ട് അല്ലെ? ഹരിനാമങ്ങളില്ലാതെ പോകുകയോ, നരകങ്ങളിൽ പേടി കുറയുകയോ. ഇനി നമ്മൾ എന്താണ് വിചാരിക്കുന്നത്? നമ്മൾ ഒരിക്കലും നരകത്തിലേക്ക് പോകില്ല എന്നാണോ നമ്മൾ വിചാരിക്കുന്നത് അല്ലെ? ഭാഗവതത്തിൽ പറയുന്നു, ഭഗവാന്റെ ഭക്തിയിലേക്ക് പ്രവേശിക്കാത്തവരൊക്കെ നരകങ്ങളിലേക്കാണ് പോകുന്നത്. ഭഗവാനെ ശരണം പ്രാപിക്കാത്തവരൊക്കെ നരകീയ ലോകങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ നാമം ജപിക്കാത്തത്? നരകത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ എന്നാണ് പൂന്താനം ചോദിക്കുന്നത്. നരകങ്ങളിൽ പേടി കുറയുകയോ, നാവ് കൂടാതെ ജന്മമതാകുകയോ. നമ്മൾക്ക് നാവ് ഇല്ലാഞ്ഞിട്ടാണോ? നമ്മൾക്ക് ഭഗവാന്റെ നാമം ജപിക്കാനുള്ള നാവ് ലഭിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ടും എന്താണ് നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കാത്തത്? നമുക്കിനി വിനാശമില്ലായകയോ. നമ്മൾ കാലാകാലം ഇവിടെ തന്നെ മനുഷ്യ ശരീരത്തിൽ ഇരിക്കും എന്നാണോ വിചാരിക്കുന്നത് എന്ന് പൂന്താനം ചോദിക്കുന്നു. അല്ലെ, മനുഷ്യജന്മം കാലാകാലത്തേക്കുള്ളതല്ല, കുറച്ചു കാലത്തേക്ക് മാത്രമുള്ളതാണ്. നമുക്കിനി വിനാശമില്ലായകയോ. കഷ്ടം നിരൂപണം കൂടാതെ ചുട്ടുതിന്നുന്നു ജന്മം പഴുതേന. നമ്മൾ ഈ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ, നമ്മൾക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹത്തിനെ കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ ഈ മനുഷ്യജന്മം എന്താണ് ചെയ്യുന്നത്? ചുട്ടുതിന്നുന്നു ജന്മം പഴുതേ നാം എന്നാണ് പറയുന്നത്. നമ്മളത് വേസ്റ്റാക്കി കളയുകയാണ്. ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ നമ്മൾ പൂർണ്ണമായിട്ടും ഈ മനുഷ്യജന്മം വേസ്റ്റാക്കി കളയുകയാണ് എന്നാണ് പൂന്താനം പറയുന്നത്. അല്ലെ, നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് പൂന്താനം ആശ്ചര്യപ്പെടുന്നത്. വേറൊരു സ്ഥലത്ത് പൂന്താനം പറയുന്നുണ്ട്, കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദവം. ഒരു കഴുതയുടെ പുറത്ത് എന്ത് ഭാരം വെച്ച് കൊടുത്തു കഴിഞ്ഞാലും അതിനത് ഭാരമായിട്ടേ മനസ്സിലാവുള്ളൂ. അതിന്റെ വില അറിയുകയില്ല എന്നാണ്. കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദവം. കുങ്കുമം പൂവ് വളരെ വിലയുള്ളതാണ്. പക്ഷെ കഴുതയുടെ പുറത്ത് ഉപ്പ് വെച്ച് കഴിഞ്ഞാലും കുങ്കുമം വെച്ച് കഴിഞ്ഞാലും അല്ലെങ്കിൽ തുണി വെച്ച് കഴിഞ്ഞാലും എല്ലാം അതിന് എന്തുമാത്രമാണ്? അതൊരു ഭാരമായിട്ട് മാത്രമാണ് അനുഭവപ്പെടുന്നത്. അതേപോലെ നമ്മളും ഈ ഒരു ജന്മത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ലല്ലോ എന്നാണ് പൂന്താനം പരിതപിക്കുന്നത്. കഷ്ടം നിരൂപണം കൂടാതെ ചുട്ടുതിന്നുന്നു ജന്മം പഴുതേന. വലിയൊരു ചാൻസ് നമ്മൾക്ക് കിട്ടിയിട്ട് നമ്മൾ അത് ഉപയോഗിക്കുന്നില്ലല്ലോ എന്നാണ് പൂന്താനം പറയുന്നത്. ഈ ഒരു ജന്മം അത്ര എളുപ്പത്തിൽ കിട്ടിയിട്ടുള്ളതല്ല. മനുഷ്യജന്മം നമ്മൾക്ക് അത്ര എളുപ്പത്തിൽ കിട്ടിയതല്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അടുത്ത പദ്യത്തിൽ പൂന്താനം ചെയ്യുന്നത്. എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃതത്താൽ എന്ന് പറയുന്നുണ്ട്. അതുകൂടി ആ ഭാഗം കൂടി നമുക്ക് ഇന്ന് വായിക്കാം. അടുത്ത ഭാഗം കൂടി വായിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃതത്താൽ, എത്ര ജന്മം മരത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും
എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായിരുന്നതും എത്ര ജന്മം മരിച്ചു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി അതു വന്നിട്ടി വണ്ണം ലഭിച്ചൊരു മധ്യജന്മത്തിൻ മുമ്പേ കഴിച്ചു നാം എത്രയും പണി പെട്ടിങ്ങു മാധവൻ ഗർഭപാത്രത്തിൽ വീണറിഞ്ഞാലും 10 മാസം വയറ്റിൽ കഴിഞ്ഞു പോയി 10 12 പോയി തന്നെ താനഭിമാനിച്ചു പിന്നീടും തന്നെ താനറിയാതെ കഴിയുന്നു കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു അഞ്ജലി ആൻഡ് ആരതി മാതാജി. ഹരേ കൃഷ്ണ. യെസ്, എത്ര പ്രയാസപ്പെട്ടിട്ടാണ് നമ്മൾക്ക് ഈ മനുഷ്യജന്മം കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ മുന്നേ നമ്മൾ എന്തെല്ലാം ജീവിതങ്ങൾ കഴിച്ചുകൂട്ടി, ഇതിന്റെ മുന്നേ എന്തെല്ലാം ജീവിതങ്ങൾ കഴിച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഒരുപാട് ജന്മങ്ങൾ നമ്മൾ ജലജീവികളായിട്ട് ജലത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ജലത്തിൽ നീന്തി നമ്മൾ ജീവിച്ചു. പിന്നീട് ഒരുപാട് ജന്മം നമ്മൾ അനങ്ങാൻ പറ്റാതെ വെയിലും മഴയും ഒക്കെ സഹിച്ച് ചൂടും തണുപ്പും ഒക്കെ സഹിച്ച് മരങ്ങളായിട്ട് നിന്നു. പിന്നെ നമ്മൾ ഒരുപാട് വൃത്തികെട്ട സ്ഥലങ്ങളിൽ കൃമികളായിട്ട് ജീവിച്ചു അല്ലെ. പിന്നീട് ഒരുപാട് കാലം നമ്മൾ പറന്നു നടന്നു, പക്ഷികളായിട്ട് പറന്നു നടന്നു. പിന്നീട് ഒരുപാട് കാലം നമ്മൾ മൃഗങ്ങളായിട്ട് നടന്നു. ഭഗവാന്റെ നാമം ജപിക്കാൻ സാധിക്കാതെ നമ്മൾ നടന്നു. ആ ജന്മത്തിലൊന്നും നമ്മൾക്ക് ഭഗവാന്റെ നാമം ജപിക്കാനുള്ള അവസരമില്ല. നമ്മൾക്ക് ശരിയായ രീതിയിൽ സംസാരിക്കാനോ ഭഗവാന്റെ നാമം ജപിക്കാനോ ഭഗവാനെ കുറിച്ച് കേൾക്കാനോ ഉള്ള അവസരം ഉണ്ടായിരുന്നില്ല എന്ന് പറയും. അങ്ങനെ ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷമാണ് നമ്മൾക്ക് ഈ മനുഷ്യജന്മം കിട്ടിയിട്ടുള്ളത് എന്ന് പൂന്താനം എടുത്തു പറയുകയാണ്. അപ്പം പത്മപുരാണത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എത്ര തരം ജന്മങ്ങളുണ്ട്. 84 ലക്ഷം തരം ജന്മങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. 84 ലക്ഷം തരം ശരീരങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് അവസാനം ഈശ്വരനെ കുറിച്ച് കേൾക്കാനുള്ള, ഭഗവാനെ കുറിച്ച് കേൾക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നത് എന്ന് പറയും. അത് ഓരോ ജന്മത്തിനെ കുറിച്ച്, ഓരോ സ്പീഷീസിനെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ഇത്ര ജലജീവികൾ, ഇത്ര തരം മൃഗങ്ങൾ, ഇത്ര തരം മരങ്ങൾ, ഇത്ര തരം കൃമികൾ, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് പത്മപുരാണത്തിൽ പറയുന്നുണ്ട്. എത്ര സ്പീഷീസ് ഉണ്ട് എന്ന ആകെ പറയുന്നത് 84 ലക്ഷം തരം സ്പീഷീസ് ഉണ്ടെന്ന. അതിനൊരു ശ്ലോകമുണ്ട്, ജലജ നവലക്ഷാനി എന്ന് പറയും. ജലജ നവലക്ഷാനി, ജലത്തില് നീന്തി നടക്കുന്ന ജീവികളായിട്ട് 9 ലക്ഷം എന്നാണ് പറയുന്നത്. ജലജ നവലക്ഷാനി സ്ഥാവര ലക്ഷവിംശതി. സ്ഥാവരം എന്ന് പറയുന്നത് വൃക്ഷങ്ങളെ കുറിച്ചാണ്, അനങ്ങാൻ പറ്റാത്ത ജീവികൾ. അതെത്രയാണ്? 20 ലക്ഷം എന്നാണ് പറയുന്നത്. സ്ഥാവര ലക്ഷ വിംശതി. കൃമയോ രുദ്രസംഖ്യാഖ്യ, കൃമികീടങ്ങളായിട്ട് 11 ലക്ഷം ജീവികൾ എന്നാണ് പറയുന്നത്. പക്ഷീണാം ദശലക്ഷണം എന്ന് പറയും. പക്ഷികളായിട്ട് പറന്നു നടക്കുന്ന ജീവികൾ എത്രയാണ്? 10 ലക്ഷം. പക്ഷീണാം ദശലക്ഷണം. ത്രിംസം ലക്ഷാനി പശവ. പശുക്കളായിട്ട്, മൃഗങ്ങളായിട്ട് എത്ര തരം ജീവികളാണ്? 30 ലക്ഷം എന്നാണ് പറയുന്നത്. 30 ലക്ഷം മൃഗങ്ങൾ. ചതുർലക്ഷാനി മാധവ. ചതുർലക്ഷാനി മാനവ എന്ന് പറയും. 4 ലക്ഷം തരത്തിലുള്ള മാനവന്മാർ. മനുഷ്യ ശരീരം തന്നെ 4 ലക്ഷം തരം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതിലെല്ലാ മനുഷ്യ ജന്മത്തിലും നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് കേൾക്കാനുള്ള അവസരം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഏറ്റവും അവസാനമാണ് നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് കേൾക്കാനുള്ള അവസരം ലഭിക്കുന്നത്. ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനും ഭഗവാന്റെ നാമം ജപിക്കാനുള്ള അവസരം ഏറ്റവും അവസാനമാണ് ലഭിക്കുന്നത് എന്ന് പറയും. അപ്പൊ അത്രയും കാലം നമ്മൾ പ്രയാസപ്പെട്ട് ഇത്രയും ജീവിതങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾക്ക് ഈ മനുഷ്യജന്മം കിട്ടിയിട്ടുള്ളത്. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരാൻ വേണ്ടി പൂന്താനം ഇത്രയും വിശദീകരിച്ച് പറയുക.
പറയുകയാണ്. എത്രയും പണിപ്പെട്ടിങ്ങു മാതാവിൻ ഗർഭപാത്രത്തിൽ വീണത് അറിഞ്ഞാലും. ഇതിനൊക്കെ ശേഷമാണ്, അവസാനമാണ് നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു മനുഷ്യ ശരീരം എടുത്തിട്ടുള്ളത് എന്ന് പറയും. അങ്ങനെ കിട്ടിയിട്ടുള്ള ആ മനുഷ്യജന്മം നമ്മൾ എങ്ങനെയാണ് ചെലവാക്കുന്നത് എന്നാണ് അടുത്ത ഭാഗത്ത് പറയുന്നത്. എങ്ങനെയാണ് ചെലവാക്കുന്നത്? 10 മാസം വയറ്റിൽ കഴിഞ്ഞു പോയി. ആകെ നമ്മൾക്ക് എത്ര ആയുസ് ഉണ്ടാവും? കലിയുഗത്തിൽ ആയുസ് കുറവാണ് എന്ന് പറയുന്നത്. പ്രായേണ അല്പായുഷ, ഏറിപ്പോയാൽ 100 വർഷം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഏറ്റവും കൂടിയാൽ 100 വയസ്സ് വരെ ജീവിക്കാം. അല്ലെങ്കിൽ സാധാരണഗതിയിൽ 80, 70, ഇപ്പൊ 60 ഒക്കെ അങ്ങനെ ചുരുങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതിൽ 10 മാസം നിർബന്ധമായിട്ടും എവിടെ പോകും? 10 മാസം വയറ്റിൽ കഴിഞ്ഞു പോയി. ശ്രീമദ് ഭാഗവതത്തില് 3-ാമത്തെ സ്കന്ധം 31-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വയറ്റിൽ കിടക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഒരു കുഞ്ഞിന് വയറ്റിലുണ്ടാകുന്ന അവസ്ഥകൾ, അനുഭവങ്ങൾ, എങ്ങനെയാണ് ആ കുഞ്ഞിന്റെ ശരീരം ഭാഗങ്ങൾ വളർന്നു വരുന്നത്, ആ കുഞ്ഞ് എന്തൊക്കെയാണ് അവിടെ അനുഭവിക്കുന്നത്, ഇതൊക്കെ വിശദമായിട്ട് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. 10 മാസത്തെ കണക്കും അവിടെ പറയുന്നുണ്ട്. 10 മാസം വയറ്റിൽ കഴിഞ്ഞു പോയി. അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയില്ല. എന്തായാലും 10 മാസം വയറ്റിൽ തന്നെ കിടക്കണം. 10 പന്തീരാണ്ട് ഉണ്ണിയായിട്ടും പോയി. 10-12 വർഷം, 10 പന്തീരാണ്ട് എങ്ങനെ പോയി? ഉണ്ണിയായിട്ടും പോയി. കുട്ടിയായിട്ട് കളിച്ചു നടന്നു പോയി. സ്വന്തമായിട്ട് ഒന്നും ഉത്തരവാദിത്വമൊന്നും ഏറ്റെടുത്ത് ചെയ്യാൻ സാധിക്കാതെ അച്ഛനെയും അമ്മയെയും ആശ്രയിച്ച് കുട്ടിയായിട്ട് അങ്ങനെ കളിച്ചു നടന്ന് 10-12 വർഷം പോയി. 10 പന്തീരാണ്ട് ഉണ്ണിയായിട്ടും പോയി. പിന്നെ അതിനുശേഷം നമ്മൾക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന കാലത്ത്, യൗവന സമയത്ത് എന്തായി? തന്നെത്താൻ അഭിമാനിച്ചു പിന്നീട്, എനിക്കെല്ലാം ചെയ്യാൻ അറിയാം, എനിക്ക് ഈ വർക്കൊക്കെ നല്ല കൃത്യമായിട്ട് അറിയാം, ഞാൻ എക്സ്പേർട്ടാണ്, എന്നെ പോലെ ഈ വർക്ക് ചെയ്യാൻ ആർക്കും സാധിക്കുകയില്ല എന്നൊക്കെ വിചാരിച്ച് തന്നെത്താൻ അഭിമാനിച്ചു പിന്നീടം, തന്നെത്താൻ അറിയാതെ കഴിയുന്നു. നമ്മൾക്ക് ഇതുവരെ കിട്ടിയുള്ള ഈ അനുഗ്രഹങ്ങളെ കുറിച്ചൊന്നും അറിയാതെ, ഈ കലിയുഗത്തില് ഭാരതഭൂമിയിൽ മനുഷ്യജന്മം കിട്ടിയതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ തന്നെത്താൻ അറിയാതെ കഴിയുന്നു എന്ന് പറയും. ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനുള്ള ചിന്തയില്ലാതെ അങ്ങനെ തന്നെത്താൻ അഭിമാനിച്ചു തീരുന്നു. ബാക്കിയുള്ള സമയം മുഴുവൻ തീർന്നു പോകുന്നു എന്നാണ് പൂന്താനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, ഇത്രയും ഭാഗം നമ്മൾ ഇന്ന് വായിക്കാം. ബാക്കി അടുത്ത ശ്ലോകം, അടുത്ത പദ്യം നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം. ഇപ്പോൾ നമ്മൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ദണ്ഡവത് പ്രണാം പ്രഭു. ശ്രീദേവി മാതാജി പറഞ്ഞു. പ്രഭു, ഈ ദ്വീപിന്റെ കാര്യം പറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ 14 ലോകമുണ്ട്, അതില് നടുക്കുള്ളത് ഭൂലോകം. അപ്പൊ ഈ മറ്റു ദ്വീപുകളും 6 ദ്വീപ്, പിന്നെ ഈ ഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്, അത് ഈ ഭൂമിയുടെ തന്നെ പല ഭാഗമല്ലേ? അതെങ്ങനെയാണ് പ്രഭു? അത് മാത്രം ഒന്ന് പറയാമോ? യെസ്, ഇത് ഇവിടെ പറയുന്നത് ഭൂമിയെ കുറിച്ച് മാത്രമല്ല, 14 മണ്ഡലങ്ങളാണുള്ളത് അല്ലെ? നമ്മുടെ ഭൂമിയുടെ ഉപരിയായിട്ട് ഭൂവർ മണ്ഡലമുണ്ട്, അതിന്റെ ഉപരിയായിട്ട് സ്വർഗീയ ലോകങ്ങളുടെ മണ്ഡലമുണ്ട്. നടുക്ക് നമ്മൾ ഇരിക്കുന്നത് ഭൂമണ്ഡലത്തിലാണ്. ഈ ഭൂമണ്ഡലത്തിൽ നമ്മൾ ജീവിക്കുന്നത് പോലെയുള്ള ഒരുപാട് ഭൂമികളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ഭൂമികളുണ്ട്. അങ്ങനെയുള്ള എല്ലാ ഭൂമികളും ചേർന്ന പ്രദേശത്തിനെയാണ് ഭൂമണ്ഡലം എന്ന് പറയുന്നത്. ആ ഭൂമണ്ഡലത്തിനെയാണ് 7 ദ്വീപുകളായിട്ടും 7 സമുദ്രങ്ങളായിട്ടും വേർതിരിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും നടുക്കുള്ള ആ ഒരു ഏരിയ, അതിനെയാണ് ജംബൂദ്വീപ് എന്ന് പറയുന്നത്. ആ ജംബൂദ്വീപിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പ്ലാനറ്ററി സിസ്റ്റം ഉണ്ട്. അതിൽ ഒരു പ്രദേശമാണ് ഈ ഭൂമി എന്ന് പറയുന്നത്, നമ്മളിരിക്കുന്ന ഭൂമി എന്ന് പറയുന്നത്, ഭാരതം എന്ന് പറയുന്ന ആ ഭൂമി. അപ്പം ഭാരതം എന്ന് പറയുന്നത് നമ്മളിരിക്കുന്ന ഭൂമിയുടെ പേരാണ്, നമ്മുടെ രാജ്യത്തിന്റെ പേരല്ല, ഭൂമിയുടെ പേരാണ്. അപ്പൊ ഈ ഭൂമിയിലുള്ള എല്ലാവരും ഒഴികെ ബാക്കിയുള്ള എല്ലാവരെ കുറിച്ചാണ് പറയുന്നത്. അതാണ് മറ്റു ദ്വീപുകൾ 6-ലുമുള്ളവരും എന്ന് പറയുന്നത്. അല്ല, ജംബൂദ്വീപ് ഒഴികെ
ബാക്കിയുള്ള എല്ലാ ദ്വീപിനെ കുറിച്ചാണ് പറയുന്നത്. പ്ലക്ഷദ്വീപ്, ശാൽമലി ദ്വീപ്, കുശദ്വീപ്, ക്രൗഞ്ചദ്വീപ്, ശാഖദ്വീപ്, പുഷ്കരദ്വീപ് എന്ന് പറയുന്നത്. പിന്നീട് മറ്റു ഖണ്ഡങ്ങൾ 8-ലുമുള്ളവരും എന്ന് പറയുന്നത് ഭാരതവർഷം ഒഴികെയുള്ള 8 വർഷത്തിനെ കുറിച്ചാണ് പറയുന്നത്. കിംപുരുഷ വർഷം, ഹരിവർഷം, കേതുമാല വർഷം, ഇളാവൃത വർഷം, ഭദ്രാശ വർഷം, രമ്യവർഷം, ഹിരൺമയ വർഷം, കുരുവർഷം, ഇങ്ങനെയുള്ള 8 ഖണ്ഡങ്ങളെ പൂന്താനം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഭാരതവർഷം എന്ന് പറയുന്നത് ഈ ഭൂമിയാണ്. ഈ ഭൂമി ഒഴികെയുള്ള മറ്റ് പ്ലാനറ്റുകൾ, മറ്റ് ഗ്രഹങ്ങൾ, അതിലുള്ള ആളുകളാണ് ഇങ്ങനെ പരിതപിക്കുന്നത് എന്ന് പറയുന്നത്. അവർക്ക് ഈ ഭാരതവർഷത്തിൽ ജനിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പരിതപിക്കുന്നു. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. ഹരിബോൽ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. സുജിത് പ്രഭുജി പറഞ്ഞോ. പ്രഭുജി, ഭൂമി എന്ന് പറയുമ്പോൾ നമ്മള് വെസ്റ്റേൺ ആയിട്ടുള്ള എല്ലാ ഏരിയയും ഭാരതം എന്ന രീതിയിൽ പറയുന്നുണ്ടോ? സ്ഥലം